ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊറിഞ്ഞിട്ടുള്ളവരെല്ലാം ഒരറ്റത്തുനിന്ന് അടിവാങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ചു പോവാണ്. ആന്റണി രാജുവിന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വളഞ്ഞിട്ട് ആക്രമിച്ചിരുന്നു. ഹൂക്കേഴ്സ് പറഞ്ഞ സന്ദർഭത്തില് പാലക്കാട് NSSന്റെ സ്ഥാനത്ത് വന്ന സമയത്ത് രമേശ് ചെന്നിത്തല വന്ന സമയത്ത് കൈ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആന്റണി രാജു രാഹുൽ മാങ്കൂട്ടത്തിനെ അവഹേളിച്ചതും അപമാനിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെച്ച് കാശിക്ക് പോകണമെന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുള്ള കേസുകൾ കോടതിയിൽ എന്തായിരിക്കും വരാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിണറായി സർക്കാർ ചെയ്തത് അദ്ദേഹത്തിനെ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അദ്ദേഹത്തിന്റെ ഈ കേസിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തെളിവെടുപ്പ് എന്ന പ്രഹസനം നടത്തി വേലങ്കെട്ട് നടത്തിക്കണമായിരുന്നു. അതായിരുന്നു ഉദ്ദേശം. അതിൽ ഒന്ന് കോൺഗ്രസിനെ നാണം കെടുത്തിക്കുക, രണ്ടാമത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ബുദ്ധിമുട്ട് വരുന്ന കോൺഗ്രസിലെ യുവാക്കളിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സ്വഭാവം CPM-ലെ MLA-മാർക്കും മന്ത്രിമാർക്കും അവരുടെ നേതാക്കന്മാർക്കും പ്രാദേശിക നേതാക്കന്മാർക്കും സൈബർ ഗുണ്ടകൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ വളരെ നിർണായകമായ പങ്ക് വച്ചിട്ടുള്ള ആളാണ് ആന്റണി രാജു. അതേ ആന്റണി രാജുവാണ് ഇപ്പോ 3 വർഷത്തെ ശിക്ഷയ്ക്കും പിന്നെ 6 മാസത്തെ മറ്റൊരു ശിക്ഷയ്ക്കും പിന്നെ 10,000 രൂപ പിഴയ്ക്കും ഒക്കെയായി ശിക്ഷ വിധിക്കപ്പെട്ട് നിൽക്കുന്നത്. ഹൈക്കോടതിയിലേക്ക് പോകാൻ വേണ്ടി ജാമ്യം കൊടുത്തിട്ടുണ്ട്, കാര്യം ശരി. പക്ഷെ ഹൈക്കോടതിയിലൊന്നും ഈ കേസ് ആന്റണി രാജുവിന് അനുകൂലമായി വരുമെന്ന് കരുതേണ്ടതില്ല. ഒന്നുകൂടി വഷളാകാനാണ് സാധ്യത. കാരണം അദ്ദേഹം ചെയ്ത കുറ്റത്തിന്റെ വ്യാപ്തി അങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേലെ ആരോപിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട അവർ 2 വ്യക്തികൾ അല്ലെങ്കിൽ 2 or 2-ലധികമോ വ്യക്തികൾ ഏതായാലും അവർ പരസ്പര സമ്മതത്തോടുകൂടി ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു. അത്രേ ഉള്ളൂ. അത് രാജ്യദ്രോഹമോ രാജ്യത്തെ ബാധിക്കുന്നൊന്നുമല്ല. ആ 2 വ്യക്തികളെ മാത്രം ബാധിക്കുന്നതാണ്. അതിൽ അവരുടെ സംഭാഷണങ്ങളിൽ എന്തൊക്കെയോ ചില വാചകങ്ങൾ പുറത്തേക്ക് ചോർന്നപ്പോൾ അതൊരവസരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രയോഗിക്കാൻ പാർട്ടി തുനിഞ്ഞു. അതിന്റെ ഫലമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2 കേസുകൾ വളരെ പെട്ടെന്ന്, ഒന്ന് ശരിയാവില്ലെന്ന് കണ്ടപ്പോഴാണ് അടുത്ത കേസ് വളരെ പെട്ടെന്ന് കൊണ്ടുവന്നത്. ആ കേസിന് ഇട്ട ശേഷം അദ്ദേഹത്തെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വേലങ്ങിട്ട് തെളിവെടുപ്പിന്റെ പേരിൽ നടത്തിച്ച് നാണം കെടുത്തി. ഭാവിയിൽ തങ്ങൾക്ക് ഏറ്റവും അധികം ഇപ്പൊ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഭാവിയിൽ തങ്ങൾക്ക് ഏറ്റവും വലിയ തലവേദനയാകാവുന്ന ഒരു നേതാവിനെ ഇല്ലാതാക്കി അതോടൊന്നിച്ച് കോൺഗ്രസിനെ നന്നായിട്ട് അടിക്കാനുള്ള ഒരു അവസരം കൂടെ മുതലെടുത്തിട്ട് ഒതുക്കാം എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശ്രമിച്ചത്. പക്ഷെ അതൊന്നും കോടതിയിൽ കൂടി കഴിഞ്ഞാൽ, കോടതി വിചാരണ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ആന്റണി രാജു അങ്ങനെയാണോ? നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനമായ മയക്കുമരുന്ന് കടത്തുന്നു. ആ മയക്കുമരുന്ന് വിതരണം നടത്തി നമ്മുടെ ഈ നാട്ടിലുള്ളവരെ നശിപ്പിക്കുന്നു, കുടുംബങ്ങൾ നശിപ്പിക്കുന്നു, സമൂഹത്തെ നശിപ്പിക്കുന്നു, ഈ രാജ്യത്തെ നശിപ്പിക്കുന്നു, നമ്മുടെ സംസ്ഥാനം നശിപ്പിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. അതാണ് രാജ്യദ്രോഹം എന്ന് പറയുന്നത്. അത്തരത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയ ഒരു പ്രതി, ആ പ്രതിയെ കോടതി പിടിച്ച് ജയിലിലിട്ടപ്പോ ആ പ്രതിക്ക് വേണ്ടി, അത് വിദേശിയായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള പക്ക ക്രിമിനൽ, കാരണം അയാള് തിരിച്ച് അയാളെ മാതൃരാജ്യത്ത് പോയി അവിടെ വീണ്ടും കൊലപാതക കേസിൽ വീണ്ടും അകത്തായി. അതൊരു വലിയ പ്രതിയാണ്, അതുപോലെ മയക്കുമരുന്നിന്റെ അഡിക്റ്റുമാണ് എന്ന് പിന്നീട് വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു രാജ്യദ്രോഹിയെ, നമ്മുടെ രാജ്യത്തെ ദ്രോഹിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാളിൽ നിന്ന് നിയമ സംവിധാനം ഊരിയെടുത്തിട്ടുള്ള തൊണ്ടി മുതലായ ഷഡ്ഡി, ആ ഷഡ്ഡിമേലാണ് ഈ ഹാഷിഷ് ഒളിപ്പിച്ച് കടത്തിയത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ തെളിവ് സഹിതം ഊരിയെടുത്താണ്. ആ തൊണ്ടി മുതലിൽ തിരിമറി നടത്തി എന്ന് പറഞ്ഞാൽ അത് കോടതിയിലെ ജീവനക്കാരനെ സ്വാധീനിച്ച് അയാളെ കൊണ്ട് അത് എടുപ്പിച്ച് ടൈലർ ഷോപ്പിൽ കൊണ്ടുപോയി ഇത് വെട്ടി സൈസ് ചെറുതാക്കി ഈ പ്രതിക്ക് ഇടാൻ പറ്റാത്ത രീതിയിലുള്ള അളവാക്കി അത് അയാളുടേതല്ല എന്ന് സ്ഥാപിച്ചു കൊടുത്ത് അയാളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ചില്ലറ കുബുദ്ധിയൊന്നുമല്ല കാണിച്ചത്. അതായത് രാജ്യദ്രോഹ പ്രവർത്തനമാണ് ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ഷഡ്ഡി കേസായിട്ട് ഇതിനെ എടുക്കരുത്. ഇത് പലരും ഒരു ഷഡ്ഡി കേസായിട്ടാണ് ഇതിനെ ട്രോളുന്നതും മറ്റു കാര്യങ്ങൾ പറയുന്നതും. വെറും ഷഡ്ഡി കേസല്ല ഇത്.
ഇപ്പൊ ഷഡ്ഡി ഊരിയോ ഇട്ടോ അല്ലെങ്കിൽ തുളയുണ്ടോ ഇല്ലയോ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയും. അപ്പൊ അതൊക്കെയാണ് ട്രോളായിട്ടും വാർത്തകളുമായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ സാങ്കത്യം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളെ, രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്ന ഒരാളെ സഹായിച്ചു എന്നാണ്. അങ്ങനെയുള്ള ഒരാളെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്തു എന്ന് തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആന്റണി രാജുവിനെ രാജ്യദ്രോഹി എന്നാണ് വിളിക്കേണ്ടത്, ഇല്ലേ? അപ്പോ അത്തരത്തിൽ ഒരു സാഹചര്യം എങ്ങനെ വന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ പോയി അയാളുടെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒച്ചമ്പിളി നായാട്ടുണ്ടാക്കിയിട്ട് ദിവസങ്ങളെ കഴിഞ്ഞോളൂ, ഏതാനും ദിവസങ്ങൾ. ആ ദിവസങ്ങൾക്കിപ്പുറം ഈ കേസിന്റെ വിധി വരുമ്പോ ഇന്ന് സ്വന്തം MLA സ്ഥാനം പോകുന്ന ഉറപ്പാണ്, പോയി. അതിനു പുറമെ ഇനിയിപ്പോ ഹൈക്കോടതിയിൽ അപ്പീലിന് പോയാലും ജയിലിൽ കിടക്കേണ്ടി വരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ സ്വാധീനത്തിൽ ഒരു പക്ഷേ ഇതുവരെ കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു 10-30 വർഷമുണ്ട്. അതുപോലെ ഹൈക്കോടതിയുടെ കേസ് ഇനി നീട്ടി ലാവ്ലിൻ പോലെ കൊണ്ടുപോകാൻ എന്തെങ്കിലും സാഹചര്യം ഒരുക്കുമല്ലെന്ന് അറിയില്ല. അതൊക്കെ അവരുടെ രീതികളാണ്. ഏതായാലും ശിക്ഷയിൽ ഇളവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. MLA സ്ഥാനം എന്തായാലും പോയി. അടുത്ത ഒരു 5-6 കൊല്ലത്തേക്ക് ഇനി മത്സരിക്കാനും പറ്റില്ല എന്ന സ്ഥിതി വന്നു. ചുരുക്കം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താണോ പറഞ്ഞത്, MLA സ്ഥാനം രാജിവെച്ച് കാശിക്ക് പോകാനാ പറഞ്ഞത്, ഇവിടെ MLA സ്ഥാനം രാജിവെച്ച് നേരെ ജയിലിക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ചുള്ളത്. ഇതാണ് ഈ പ്രസ്ഥാനത്തിലെ ഓരോരുത്തരുടെ അവസ്ഥ. ഈ പൊട്ടനെ കിട്ടൻ ചതിച്ചാൽ കിട്ടനെ ദൈവം ചതിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് മറ്റുള്ളവരെ വിമർശിക്കാം, ആക്ഷേപിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തും അപകടമാണ്. ഇവിടെ എന്താ പറഞ്ഞത്? പൊതുപ്രവർത്തകർ ഒരല്പം സംശുദ്ധത പാലിക്കണം, അല്ലേ? പൊതുപ്രവർത്തകർ പുലർത്തേണ്ട ധാർമ്മികത, അതിനെക്കുറിച്ച് സ്റ്റഡി ക്ലാസ് എടുത്തു അദ്ദേഹം, ആന്റണി രാജു. ആ സ്റ്റഡി ക്ലാസിന്റെ, അതായത് പൊതുപ്രവർത്തകരുടെ ധാർമ്മികത, ശ്രദ്ധിക്കണം ഇത്. പൊതുപ്രവർത്തകരുടെ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുന്ന ആൾ തന്നെയാണ് രാജ്യദ്രോഹത്തിന് അകത്താകുന്നത്. ഇപ്പൊ രാജ്യദ്രോഹ കുറ്റമായിട്ട് ഇവിടെ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ, തെളിവ് നശിപ്പിച്ച കുറ്റം എന്ന് പറയുന്നെങ്കിലും അതിന്റെ കാരണം രാജ്യദ്രോഹമാണ് എന്നതുകൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്നേ വിളിക്കാൻ പറ്റുന്നുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞു, ജനത്തിന് അങ്ങനെ വിളിക്കാൻ പറ്റുന്നുള്ളൂ. മയക്കുമരുന്നും ഈ രാജ്യത്തിനെതിരെയുള്ള മറ്റെന്ത് വിദ്വേഷ പ്രവർത്തനങ്ങളും നമുക്ക് രാജ്യദ്രോഹ പ്രവർത്തനമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാജ്യദ്രോഹികളെ ന്യായീകരിച്ച് വരുന്നവർ, അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തരണം. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ്? എന്താണ് ആന്റണി രാജു ചെയ്ത തെറ്റ്? എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റും ഈ രാജുവും തമ്മിലുള്ള വിഷയം? ആന്റണി രാജു ചെയ്തതും ഈ രാജുവും തമ്മിലുള്ള വിഷയം എന്താണ്? ഇതിന് തമ്മിലുള്ള ഒരു കമ്പാരിസൺ സഖാക്കളൊന്ന് നടത്തണം. എന്നിട്ട് വേണം ഈ മറ്റു യുവാക്കളെ, അതായത് പണ്ട് സന്ദേശം എന്ന സിനിമയിൽ ശങ്കരാടി പറഞ്ഞ പോലെ കൊള്ളാവുന്ന യുവാക്കൾ മറ്റു പാർട്ടിയിലുണ്ട്, അവരെയൊക്കെ ഏതെങ്കിലും ഒരു പെണ്ണ് കേസൊക്കെ എടുത്ത് തലയിൽ വെച്ചു കൊടുത്ത് ചതയ്ക്കാനും ചതിക്കാനും മൂലയ്ക്കെത്താനും ശ്രമിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.